അപ്പോൾ ഇതാണ് കേട്ടോ ഇടനയില. നമ്മൾ കുറച്ച് മുന്നേ എടുക്കാൻ വേണ്ടി പോയത് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നല്ല ഇല നോക്കിയിട്ട് അധികം കേടൊന്നും ഇല്ലാത്ത ഇല നോക്കിയിട്ട് ഒടിച്ചൊടിച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് പൂച്ച പുഴുങ്ങാം. പൂച്ച പുഴുങ്ങിയത് എന്താണെന്ന് കുറച്ച് പേരെങ്കിലും അറിയത്തില്ല. പൂച്ചനെ അല്ല കേട്ടോ നമ്മൾ പുഴുങ്ങുന്നത്. നമ്മൾ ചക്കപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് പൂച്ച പുഴുങ്ങിയത്. ഞങ്ങളുടെ നാട്ടിൽ പൂച്ച പുഴുങ്ങിയതെന്ന് പറയും. പല നാട്ടിലും അതിന് പല പേരുണ്ട്. കുമ്പിളപ്പം, വയനപ്പം എന്നൊക്കെ പറഞ്ഞ അതൊക്കെയൊക്കെ പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പൂച്ച പുഴുങ്ങിയതെന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് പലഹാരമാണ്. ഇത്തവണ ഞാനും രാവിലെ അമ്മച്ചിയും കൂടി ഒരുമിച്ചാണ് കേട്ടോ പൂച്ച പുഴുങ്ങാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ രാവിലെ അമ്മച്ചി. അപ്പോൾ നമ്മൾ നല്ല ഇല നോക്കി എടുക്കുന്നുണ്ട്. നല്ല ഇല നോക്കി എടുക്കണം. അധികം തുളയില്ലാത്ത ഇലയൊക്കെ നോക്കി എടുക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഇലയ്ക്ക് നല്ല മണമുണ്ട്. അതാണ് ആ പൂച്ച പുഴുങ്ങിയതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ സ്മെല്ലാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ടേസ്റ്റും ആ പ്രത്യേകതയും. അത് ഈ ഇലയുടെ ഗുണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പൂച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റവ വേണം. റവയിൽ അല്ലാതെ നമുക്ക് ഗോതമ്പ് പൊടിയിലുണ്ടാക്കാം, അരിപ്പൊടിയിലുണ്ടാക്കാം. എന്നാലും റവയാണ് അതിൻ്റെ ശരിക്കും ഒറിജിനൽ സാധനം. ഒറിജിനൽ അങ്ങനെ ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ റവയിലാണ് സാധാരണ എല്ലാവരും പൂച്ച പുഴുങ്ങുന്നത്. റവയിൽ ചക്കപ്പഴം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റവ വറുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് ചക്കപ്പഴം അരച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ ചക്കപ്പഴം ശർക്കര ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടില്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളുണ്ട്. അപ്പോൾ ശർക്കര പാനി ചേർത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തേങ്ങാക്കൊത്ത് കുഞ്ഞു കഷ്ണമാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ചക്ക നമുക്കിടാം. നമ്മളിതെല്ലാം ഇളക്കി പാകമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റവ ചേർക്കാം. അപ്പോൾ നമ്മൾ ചേർക്കേണ്ട എല്ലാ സാധനവും ചേർത്തിട്ട് മധുരമൊക്കെ പാകമൊക്കെ നമ്മൾ മധുരവും ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണ്. അപ്പോൾ നമ്മൾ കുഴച്ച് കറക്റ്റ് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിനാക്കി എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക തരം സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലാണ് ആ ഒരു